പത്തനംതിട്ടയിലെ പോലീസ് അതിക്രമത്തിൻ്റെ വാർത്തയിലേക്ക് നമുക്ക് വീണ്ടും പോകേണ്ടതുണ്ട്. പത്തനംതിട്ടയിൽ പോലീസ് അതിക്രമത്തിൽ എസ്ഐക്ക് ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട്. ആളുമാറി വിവാഹ സംഘത്തെ ആക്രമിച്ചുവെന്ന് ഈ റിപ്പോർട്ടിലുണ്ട്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ എസ്ഐ എസ് ജിനുവും സംഘവുമാണ് വിവാഹ സംഘത്തെ ആളുമാറി ആക്രമിച്ചത്, മർദ്ദിച്ചത്. ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്ന് പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ പറഞ്ഞു. കല്യാണമായിരുന്നു ഇന്നലെ. അപ്പൊ ഇന്ന് ചെറുക്കൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ മറുവീട് കാണാൻ പോയതാ, അടൂര്, കൊല്ലം. പോയിട്ട് വന്നപ്പം എൻ്റെ വീട് പോന്നില്ല, അല്ല അതുമുങ്ങളം. അപ്പൊ ചേട്ടായി വരാനായിട്ട് താമസം, അവരെന്നെ ഇറക്കി വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ചേട്ടായി വരാൻ താമസിച്ചത് കൊണ്ട് ഞങ്ങളവിടെ വണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പിള്ളേർ കൊച്ചിന് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞു അവളെ അങ്ങോട്ട് പോയി. അവരവിടെ സൈഡിൽ ചേർന്ന് നിൽക്കുകയായിരുന്നു. ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അന്നേരം അങ്ങ് അടിച്ച് താഴെ അടിച്ച്. എന്റെ തലക്കിലടിച്ച് വയസ്സിന് കൈക്കിലടിച്ച് അവളുടെ കൈ എല്ലിന് പൊട്ടലുണ്ട്, ഷോളിന് പൊട്ടലുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അവരെന്നിട്ട് അങ്ങ് പോയി. ഞങ്ങൾ അന്നാ അവിടെ അടി കൊണ്ട് കറങ്ങി തല പൊട്ടി ചോര ഒഴിച്ചെന്ന് പറഞ്ഞാൽ അവർ മൈൻഡ് ചെയ്തില്ല ഞങ്ങളെ. അവരങ്ങ് പോവുകയും ചെയ്തത്. എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഈ കേരളത്തിൽ ഇങ്ങനെ ഇതുപോലൊരു സാഹചര്യം ഞങ്ങൾ ഇതുവരെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുക. പത്തനംതിട്ടയിൽ പോലീസിൻ്റെ മർദ്ദനമേറ്റ ആളുകളുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴി പത്തനംതിട്ടയിലെ ബസ് സ്റ്റാൻഡിൽ വിശ്രമിക്കുന്നതിനിടെ ആണ് ഇത്തരത്തിൽ പോലീസ് വളരെ പെട്ടെന്ന് പോലീസ് വണ്ടിയിലെത്തി ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്നത്. എന്തിനാണ് മർദ്ദിക്കുന്നത് എന്ന് പോലും അവർക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ദമ്പതികൾ അടക്കമുള്ളവരെ മർദ്ദിച്ചു. 20 അംഗ വിവാഹ സംഘത്തിന് നേരെയാണ് പോലീസ് ക്രൂരമായി ഇത്തരത്തിൽ പെരുമാറിയത്. എന്തായാലും എസ്ഐക്ക് ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ മിഥുൻ മുരളി. വിനോദ്, പത്തനംതിട്ടയിലെ പോലീസ് അതിക്രമത്തിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് പത്തനംതിട്ട ഡിവൈഎസ്പി അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിക്കാണ് സംഭവം നടക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി കോട്ടയം സ്വദേശികളായ ആളുകൾ അടൂരിൽ വിവാഹത്തിൽ പങ്കെടുത്ത് തിരികെ മടങ്ങുന്നതിനിടയിലാണ് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വാഹനം നിർത്തി അല്പസമയം വിശ്രമിക്കുന്നതിന് വേണ്ടി അവിടെ നിന്നത്. ഈ സമയത്താണ് പത്തനംതിട്ട എസ്ഐ ജിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടേക്ക് എത്തുന്നത്. മറ്റൊരു ആളുകളെ അവിടെ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ, അവിടെ ചില ആളുകൾ സംഘടിക്കുന്നു എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഈ പോലീസ് സംഘം അവിടേക്ക് എത്തുന്നത്. ഇവർ ഈ വിവാഹ സംഘത്തെ കണ്ട് തെറ്റിദ്ധരിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതിക്കാർ പറയുന്നത്. സ്ത്രീകളടക്കമുള്ളവർ ഈ 20 അംഗ സംഘത്തിൽ ഉണ്ടായിരുന്നു, ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഇവർക്ക് നേരെ അതിക്രമം ഉണ്ടായി എന്ന് പരാതിക്കാർ പറയുന്നുണ്ട്. തലയ്ക്കും കൈക്കും ഗുരുതരമായ പരിക്കേറ്റ ഇവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഇന്നലെ രാത്രി തന്നെ ചികിത്സ തേടി. എന്തിനാണ് മർദ്ദിക്കുന്നതെന്ന് അറിയാതെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടായതെന്ന് പരാതിക്കാർ പറയുന്നുണ്ട്. വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെയായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ അതിക്രമം ഉണ്ടായതെന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ഇവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. സംഭവം വാർത്തയായതോടുകൂടി പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി വിശദമായിട്ടുള്ള മൊഴി എടുത്തിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആവശ്യമാണ് എന്നാണ് പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ പോലീസിന് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അതിൽ പോലീസിന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. എസ്ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുള്ളത്. ആളുമാറിയാണ് അതിക്രമം നടത്തിയത്. ഈ സംഭവത്തിൽ ഗുരുതരമായ വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഗുരുതര അനാസ്ഥ ഉണ്ടാകുന്നു, ഗുരുതര വീഴ്ച സംഭവിക്കുന്നു. ആളുമാറി ഒരു സംഘം ആളുകൾക്ക് നേരെ, നിരപരാധികളായ ആളുകൾക്ക് നേരെ വാഹനം റോഡരികിൽ നിർത്തിയിട്ട് വിശ്രമിച്ച ഒരു സംഘം ആളുകൾക്ക് നേരെ അതിക്രമം പോലീസ് നടത്തിയിരിക്കുന്നു. ആ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, വിവാദങ്ങൾ ഒക്കെ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം ഉടൻ ഉണ്ടാകും, അന്വേഷണം നടക്കുമെന്നാണ് പത്തനംതിട്ട ഡിവൈഎസ്പി നിലവിൽ അറിയിച്ചിരിക്കുന്നത്. വിനോദ്. മിഥുൻ മുരളി, ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പോലീസിനെതിരാണ്. ഡിവൈഎസ്പിക്ക് തന്നെ മനസ്സിലാകുന്നു പോലീസിന് ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്നുള്ളത്. അവിടെ ഈ വിവാഹ സംഘത്തിൽപ്പെട്ടവരെല്ലാം പറയുന്നു പോലീസ് യാതൊന്നും പറയാതെ, യാതൊരു പ്രകോപനവും ഇല്ലാതെ വന്ന ഉടനെ തന്നെ അടി തുടങ്ങുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ എസ് ഐക്കെതിരെ നടപടിക്ക് സാധ്യത കൂടി നിൽക്കുകയല്ലേ മിഥുൻ?
തീർച്ചയായും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ മർദ്ദനത്തിനിരയായവർ പറയുന്നത് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് കാരണം എന്ന് പോലും അറിയാതെയായിരുന്നു ഈ മർദ്ദനം ഉണ്ടായത്, എന്താണ് കാര്യമെന്ന് പോലീസ് അറിയിക്കാതെയായിരുന്നു ഇത്തരത്തിലുള്ള പെട്ടെന്ന് പ്രകോപനമൊന്നും ഉണ്ടാകാതെ കൂടാതെയുള്ള അതിക്രമം ഉണ്ടായത് എന്നുള്ളതാണ്. അത് തന്നെയാണ് പോലീസിന്റെ റിപ്പോർട്ടിലുമുള്ളത്, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലുമുള്ളത്. ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നു, ആള് മാറി മർദ്ദനം നടന്നിരിക്കുന്നു, സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് നേരെ ഗുരുതരമായ രീതിയിലുള്ള മർദ്ദനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുമുള്ളത്. വിശദമായ അന്വേഷണത്തിന് ശേഷം നടപടി എന്ന രീതിയിലാണ് പത്തനംതിട്ട ഡിവൈഎസ്പി ഇപ്പോൾ നിലവിൽ പ്രതികരിക്കുകയും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പോലും ആ ആളുകൾക്ക്, അവിടെ ഉണ്ടായിരുന്ന ഈ മർദ്ദനത്തിനിരയായ ആളുകൾക്ക് മനസ്സിലാകാതെയാണ്. അതോടൊപ്പം തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അവരുടെ തലയ്ക്കും കൈക്കും അടക്കം ഗുരുതരമായ പരിക്കൽ, തലയ്ക്ക് പൊട്ടൽ അടക്കമുള്ള തലയുടെ വിവിധ ഭാഗങ്ങളിൽ മുറിവുകൾ സംഭവിക്കുന്ന തരത്തിലുള്ള മർദ്ദനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ട്, മുറിവുകളുണ്ട്, സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകൾ അടക്കമുള്ള ആളുകളെ യാതൊരു പ്രകോപനവും കൂടാതെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളത്. 20 പേര് ഉണ്ടായിരുന്നു ആ സംഘത്തിലെ. കോന്നി, കോട്ടയം എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. ഇന്നലെ അടൂരിലെ വിവാഹത്തിൽ പങ്കെടുത്ത് ട്രാവലറിൽ തിരികെ കോട്ടയത്തേക്ക് മടങ്ങുന്നതിനിടയിലാണ് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ ഇവർ വിശ്രമിക്കുന്നതിന് വേണ്ടി വാഹനം നിർത്തി ഇടുകയും ആ സമയത്ത് ഇത്തരത്തിൽ ഒരു കാരണവുമില്ലാതെ പോലീസ് എത്തി ആളുമാറി മർദ്ദനം നടത്തുകയും ചെയ്തത്. വിനോദ്, പത്തനംതിട്ട നഗരത്തിലാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ പോലീസ് SIയുടെ നേതൃത്വത്തിലുള്ള സംഘം വിവാഹ സംഘത്തെ 20ഓളം പേർ വരുന്ന വിവാഹ സംഘത്തെ, ദമ്പതിമാരടക്കമുള്ള വിവാഹ സംഘത്തെ അകാരണമായി ക്രൂരമായി മർദ്ദിച്ചത്. ബാറിന് മുമ്പിൽ പ്രശ്നമുണ്ടാക്കിയവരെ അന്വേഷിച്ചെത്തിയ പോലീസാണ് അവരാണെന്ന് കരുതി ഈ സംഘത്തെ ആക്രമിച്ചത്. പരിക്കേറ്റവരെല്ലാം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വന്നിരിക്കുന്നു. പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായി എന്നുള്ള നിലയിൽ DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.